അച്ചോ, നമുക്ക് ഇന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കി കാണിച്ചാലോ? അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ? സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ചത്, പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില, തൈര്, നാരങ്ങ നീര്. പിന്നെ മെയിൻ സാധനം എന്താ വേണ്ടത്? നമുക്ക് ചിക്കൻ അല്ലേ? അപ്പൊ ചിക്കനും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരാവേ. പിന്നെ ഇതിന്റെ കൂടെ വേണ്ടത് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടിയാ കേട്ടോ. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാവേ. അപ്പൊ നമ്മള് അടുപ്പ് കത്തിച്ച് കുക്കർ ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കുക്കർ ചൂടായിട്ട് വരട്ടെ. അങ്ങനെ കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഉള്ളി വഴന്ന് വരാൻ കണക്കായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കണേ, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് എൻ്റെ അളവിനനുസരിച്ചിട്ട് എടുത്തതാണ്. സവോളയൊക്കെ ഒരു കിലോന്റെ അളവിനാണ് എടുത്തിരിക്കുന്നത്. സവോളയൊക്കെ സവോള ഒരു ബ്രൗൺ ഷെയ്ഡ് അടിക്കുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവോള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെ എരപ്പുണ്ടാവും കേട്ടോ. എരപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ക്ഷമിക്കണേ. ഉള്ളി ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കണം കേട്ടോ. ഞാൻ അതുകൊണ്ട് അളവ് പറയാത്തത്. പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അത് പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് തക്കാളി, ഒരു ആവശ്യത്തിന് വേണ്ട തക്കാളി അതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പം തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മല്ലിച്ചപ്പ്, പുതിനയില, ഒരു ചെറിയ തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ. അത് നന്നായിട്ട് വഴറ്റുക. ഇതെല്ലാം നന്നായിട്ട് വഴന്നു വന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കാവേ. ഇനി അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത മസാലകളുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് സാധനം ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലേ, മസാലകൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി വരണം. അപ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. ചിക്കൻ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കാം. മസാല എല്ലാം ചിക്കനിലോട്ട് പിടിക്കണം. ഇനി ചിക്കൻ നമ്മൾ നന്നായിട്ട് ഇളക്കിയില്ലേ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പുളിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇത് ചെറുനാരങ്ങയുടെ നീര്, കുരുവില്ലാതെ. പിന്നെ ഒരു കപ്പ് തൈര്, നമ്മുടെ പുളിക്ക് ആവശ്യത്തിനുള്ള. ഇത് മിൽമയുടെ തൈരാ. അപ്പൊ എത്ര പുളിയുണ്ടെന്ന് പറഞ്ഞാലും ഓവർ പുളിയൊന്നും ഉണ്ടാവില്ല. ഇതും നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോന്ന്. ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പൊക്കെ. എന്നാലല്ലേ മസാലയൊക്കെ ശരിക്ക് ചിക്കനിലോട്ട് പിടിച്ചു വരുള്ളൂ. ഉപ്പൊക്കെ പിടിക്കണ്ടേ, അല്ലേ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് ചിക്കൻ ഇവിടെ ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിപ്പം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നിടം വരെ വേവിക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ പ്രത്യേകിച്ച് ചേർക്കണ്ട, കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഉണ്ടാവും. പിന്നെ കുക്കർ മൂടി വെക്കുന്നതുകൊണ്ട് തന്നെ ആവി വെള്ളം ഉണ്ടാവും. അപ്പം വെള്ളം പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഫസ്റ്റ്
ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ചില ചിക്കനൊക്കെ വേവ് കൂടുതലുണ്ടാവും കുറച്ച്. അപ്പോൾ ഓരോ തീയുടെ അനുസരിച്ച് വെച്ചിട്ട് നിങ്ങൾ വേവിച്ചിട്ട് എടുക്കുക. ഇനി കുറുമ ആയിക്കഴിഞ്ഞാൽ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ചിക്കൻ കുറുമ ഇവിടെ ആയിട്ടുണ്ടോ എന്ന് നോക്കാവേ. വിസിലൊക്കെ പോയിട്ടുണ്ട്, നല്ല എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എന്താ അവസ്ഥ എന്ന് നോക്കണ്ടേ. ഇതുണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ചിക്കനിൽ വെള്ളമൊന്നും നമ്മൾ രണ്ടാമത് ഒഴിക്കണ്ടെന്ന്. അപ്പോൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. എല്ലാം ഉപ്പും മസാലയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഉപ്പ് ഇത്തിരി കുറവുണ്ട്. അപ്പം നമ്മൾ ഉപ്പ് ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് വറ്റിക്കേണ്ടവർക്ക് വറ്റിച്ചെടുക്കാം, അല്ലെ ഇങ്ങനെ തന്നെ വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ എടുക്കാം കേട്ടോ. നല്ല അടിപൊളി കുറുമയാണ്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. പിന്നെ എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടെ അമർത്തി പൊട്ടിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.